الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم قال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك فلما رآه مستقرا عنده قال هذا من فضل ربي ليبلوني أأشكر أم أكفر ومن شكر فإنما يشكر لنفسه ومن كفر فإن ربي غني كريم صدق الله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, ഏകനും നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വ്യവസ്ഥക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ട് പരമാവധി സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ മുമ്പോട്ട് പോകണം എന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അർഹമുർ റഹീമീനായ തമ്പുരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഭവങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ ഇസ്ലാമിൻ്റെ അതിജീവന കല എന്താണ് എന്നതിനെ സംബന്ധിച്ച ഒരു ചർച്ചയാണ് ഒന്ന് രണ്ടാഴ്ചകളിലായി നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലെ ഓരോ അനുഭവത്തെയും ഇസ്ലാമികമായി അഭിമുഖീകരിക്കുന്ന ഇസ്ലാമിൻ്റേതായ അതിജീവന കലയുടെ മർമ്മം റബ്ബുമായുള്ള നമ്മുടെ ആഴമുള്ള ബന്ധമാണ്. അല്ലാഹുവുമായി നമുക്കുള്ള അഗാധമായ അടുപ്പമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെക്കുറിച്ച് ചോദിക്കുന്ന ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പ്രവാചകനോട് അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന ചില വചനങ്ങൾ കാണാം. പ്രവാചകരെ അവരോട് പറഞ്ഞു കൊടുക്കുക, ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട്, അവരുടെ കണ്ടനാടിയേക്കാൾ സമീപസ്ഥനാണ് എന്ന് അല്ലാഹു അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ റബ്ബിനെ അറിയുക, ആ റബ്ബിനോട് അങ്ങേയറ്റം അടുക്കുക, റബ്ബിനെ സ്നേഹിക്കുക, റബ്ബിനെ പേടിക്കുക. അവൻ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യസ്ഥാനമായി തീരുക. ആ അല്ലാഹുവിനോടുള്ള ബന്ധമാണ്
അനുഭവങ്ങളെ അഭിമുഖീകരിക്കുന്നിടത്ത് നമുക്ക് ധൈര്യവും സ്ഥൈര്യവും പ്രദാനം ചെയ്യുന്നത്. അല്ലാഹുവുമായുള്ള ആ അടുപ്പത്തിൽ നിന്നാണ് സത്യത്തിൽ തഖ്വയും തവക്കുലും സബറും എല്ലാം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഖുതുബകളിൽ നാം സൂചിപ്പിച്ചു, ഇസ്ലാമികമായ അതിജീവന കലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് സബറാണ്. ആ സബറും തഖ്വയും തവക്കുലും കൊണ്ട് നമുക്ക് അനുഭവങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കണമെങ്കിൽ റബ്ബിനോടുള്ള ഈ അഗാധമായ ബന്ധം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാര് പഠിപ്പിച്ചു തന്നതുപോലെ ജീവിതത്തെ നോക്കിക്കാണാനുള്ള വിവേകമാണ് മറ്റൊന്ന്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് തീരെ പ്രയാസങ്ങളില്ലാത്ത, ക്ലേശങ്ങളും ദുരിതങ്ങളും വേദനകളുമില്ലാത്ത ഒന്നാണ് എന്ന് ഒരൊറ്റ പ്രവാചകനും പഠിപ്പിച്ചില്ല. ജീവിതം എന്നത് പ്രയാസപൂർണമാണ് എന്നാണ് അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. ആണയിട്ടുകൊണ്ട് റബ്ബ് പറഞ്ഞു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ നാം പ്രയാസത്തിലാണ് തീർച്ചയായും പടച്ചിട്ടുള്ളത്. പ്രയാസപൂർണമായ അനുഭവങ്ങളിലൂടെയാണ് അവൻ പിറന്നു വീഴുന്നത്. പിന്നെ ജീവിതത്തിലെ ഓരോ അനുഭവവും പ്രയാസപൂർണം തന്നെയാണ്. ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പുതിയ അനുഭവവും നമ്മൾ സ്വായത്തമാക്കി വരുമ്പോൾ ഒരുപക്ഷെ ഒരു പിഞ്ചുകുഞ്ഞ് പിച്ചവെക്കാൻ പഠിക്കുന്നത് പോലുള്ള ഒരു പ്രയാസവും ഒരു ക്ലിഷ്ടതയും നമ്മൾ നേരിടുന്നുണ്ട്. ഒരാളൊരു പുതിയ സംരംഭത്തിൽ പ്രവേശിച്ചു എന്ന് സങ്കല്പിക്കുക. കുറച്ചുനാളേക്ക് അയാൾക്ക് അസ്വസ്ഥതയുണ്ട്. കാരണം ആ സംരംഭവുമായിട്ട് അയാൾ ഇടപഴകി ശീലിക്കേണ്ടതുണ്ട്. അതുവരെ അക്ഷമനായ മനുഷ്യൻ അതിൽ പ്രയാസപ്പെടുകയും അതിൽ വല്ലാത്ത ബേജാറ് കാണിക്കുകയും അസ്വസ്ഥനാവുകയും ചെയ്യും. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞു, ജീവിതത്തിലെ ഓരോ പുതിയ അനുഭവവും ഒരു പിഞ്ച് പൈതൽ പിച്ചവെച്ച് പഠിക്കുന്നത് പോലെ പ്രയാസപൂർണമാണ് ആ അനുഭവം സ്വായത്തമാക്കിയെടുക്കുമ്പോൾ. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റ. ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു പാഠം നമുക്ക് പകർന്നു തരികയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നിശ്ചയമായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. അത് രണ്ടു തവണ ആവർത്തിച്ച് പറയുന്നു. ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റ. അറബി ഭാഷയുടെ വ്യാകരണം പഠിച്ച പണ്ഡിതന്മാര് പറഞ്ഞു, അതിൽ യഥാർത്ഥത്തിൽ യുസ്ർ എന്നത് സ്വതന്ത്രമായിട്ട് രണ്ടു തവണ അല്ലാഹു ഉപയോഗിച്ചു. പക്ഷെ ഉസ്ർ എന്നത് ഒറ്റ ഒന്നേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റ. അവിടെ ഒരു ഉസ്റും രണ്ട് യുസ്റും എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസത്തോടൊപ്പം രണ്ടെളുപ്പമുണ്ട് എന്ന് മനുഷ്യ നീ മനസ്സിലാക്കണം. ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ, ദുഃഖപൂർണമായ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ എളുപ്പമുള്ള രണ്ട് അനുഭവങ്ങൾ അതിന്റെ തുടർന്ന് വരാനിരിക്കുന്നു എന്ന് മനുഷ്യൻ പലപ്പോഴും മറന്നുപോവുകയാണ്. അതുകൊണ്ട് അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലൻ യഗ്ലിബ ഉസ്റുൻ യുസ്റൈനി എന്ന് പ്രവാചകൻ വിശദീകരിച്ചു. ലൻ യഗ്ലിബ ഉസ്റുൻ യുസ്റൈനി. രണ്ട് എളുപ്പങ്ങളെ അതിജീവിക്കാൻ ഒരു പ്രയാസത്തിന് സാധിക്കൂല. ഒരു പ്രയാസമുണ്ടാകുമ്പോൾ മനുഷ്യ നിന്നെ രണ്ടെളുപ്പങ്ങൾ കാത്തിരിക്കുന്നു. ചുരുങ്ങിയത് ഒരു കയറ്റമുണ്ടെങ്കിൽ അതിനൊരു ഇറക്കമുണ്ട് എന്ന് മനുഷ്യൻ തിരിച്ചറിയണം. ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ, നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിൽ, നമ്മുടെ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ, നമ്മുടെ ശാരീരികമായ രോഗങ്ങളിൽ പലപ്പോഴും ഈ വസ്തുത നമ്മൾ മറന്നുപോവുകയാണ്. ഇതാ ഞാനിപ്പോൾ കയറുന്നുണ്ട് എങ്കിൽ ആ കയറ്റത്തിനൊരു ഇറക്കമുണ്ട്. ഇപ്പോൾ പ്രയാസമുണ്ട്, എന്നാൽ നാളെ എളുപ്പം വരാനിരിക്കുന്നു എന്ന സംഗതി പലപ്പോഴും മനുഷ്യൻ മനസ്സിലാക്കാതെ പോവുകയാണ്. അതുകൊണ്ടൊരാഘാതം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പെട്ടെന്നവൻ അക്ഷമനായി പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോ ഖബറിനരികിലിരുന്നിട്ട് ഒരു പെണ്ണ് കരയുകയാണ്. വല്ലാതെ അട്ടഹസിച്ച് കരയുന്നു ഒരു വൃദ്ധ. റസൂല് പറഞ്ഞു, നീ ക്ഷമിക്ക്, ഇസ്ബിരി, സുബറിനെ ഉയർത്തിപ്പിടിക്കൂ, ക്ഷമിക്കൂ, സഹിക്കൂ. ഉടനെ ആ വൃദ്ധ ചൂടായി റസൂലിനോട് ക്ഷോഭിച്ചു. എന്റെ ഇപ്പോഴത്തെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവൂലല്ലോ എന്ന് പറഞ്ഞിട്ട് തട്ടിക്കയറിയ പ്രവാചകനോട് റസൂൽ അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നടന്നുപോയി. ശേഷം വേറെ ആരോ ആ സ്ത്രീയോട് പറഞ്ഞു, ആരോടാണ് നീ ചൂടായതെന്നറിയോ?
അത് അള്ളാന്റെ റസൂലാണ്. അപ്പോഴാണ് ഈ സ്ത്രീക്ക് ആളെ മനസ്സിലാകുന്നത്. ഓടിച്ചെന്നോ പ്രവാചകന്റെ പിന്നാലെ, അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് ആളെ മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചത്. റസൂലുള്ള പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഇന്നമ സുബുറു ഇൻദ സുദുമത്തിൽ ഊല, ഇന്നമ സുബുറു ഇൻദ സുദുമത്തിൽ ഊല. ആദ്യത്തെ ആഘാതമുണ്ടാകുമ്പോഴാണ് സുബുറു വേണ്ടത്. ആദ്യത്തെ ഷോക്കേൽക്കുമ്പോൾ, ജീവിതത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാകുന്ന ആദ്യത്തെ സന്ദർഭത്തിൽ, അവിടെയാണല്ലോ മനുഷ്യൻ അക്ഷമനായി പോകുന്നത്. അവിടെയാണല്ലോ ബേജാറിലും ടെൻഷനിലും അസ്വസ്ഥതയിലും പറയാൻ പറ്റാത്തതൊക്കെ പറഞ്ഞു പോകുന്നു, ചെയ്യാൻ പറ്റാത്തതൊക്കെ ചെയ്തു പോകുന്നു, മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നു, നാവിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നു. ആ സന്ദർഭത്തിൽ അവിടെയാണ് നീ ക്ഷമ കൈക്കൊള്ളേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രവാചകനെ തന്നെ മുൻനിർത്തി ഖുർആൻ പറഞ്ഞല്ലോ, താങ്കൾ നന്നായിട്ട് ക്ഷമിക്കുക. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. പ്രവാചകരെ താങ്കൾ സബർ ഉയർത്തിപ്പിടിക്കുക. കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. അല്ലാഹുവിന്റെ നിശ്ചയദാർഢ്യമുള്ള ദൃഢമനസ്കരായ പ്രവാചകന്മാരെ സബറിനെ ഉയർത്തിപ്പിടിച്ചതുപോലെ താങ്കൾ ജീവിതത്തിൽ സബറിനെ ഉയർത്തിപ്പിടിക്കുക, നിലനിർത്തുക എന്ന് പ്രവാചകനോട് പറയുകയാണ്. നമ്മൾ എന്തിനാണ് ഈ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ചർച്ച ചെയ്യുന്നത്? എന്തിനാണ് വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകന്മാരുടെ കഥകളിലൂടെ കടന്നുപോകുന്നത്? ആ പ്രവാചകന്മാർ ജീവിതത്തിന്റെ വളരെ തീക്ഷ്ണമായ അനുഭവങ്ങളിൽ എങ്ങനെയാണ് അവർ ഈ സബർ കൊണ്ട് ആ അനുഭവങ്ങളെ അഭിമുഖീകരിച്ചത്, എങ്ങനെയാണ് അതിജീവനം നടത്തിയത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി അത് ഏറ്റവും വലിയ വെളിച്ചമാണ്. മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ ഖുർആൻ പറയുന്നു. വ്യക്തിപരമായ പരീക്ഷണങ്ങളിൽ ഏറ്റവും കഠിനമായി ദുഃഖം അനുഭവിക്കേണ്ടി വന്ന ഒരു പ്രവാചകനായിരുന്നു യാക്കൂബ് അലൈഹിസ്സലാം. കഥയൊന്നും ഞാൻ പറയേണ്ടതില്ല, നമുക്കറിയാമല്ലോ. പുത്രവിരഹത്തിന്റെ ദുഃഖം, താൻ ഏറ്റവും ഓമനിക്കുന്ന ലാളിക്കുന്ന തന്റെ വാത്സല്യഭാജനമായ തന്റെ കുട്ടി യൂസുഫിനെ നഷ്ടപ്പെടുകയാണ് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാമിന്. ഒന്നല്ല രണ്ട് മക്കൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. ആ നഷ്ടത്തിന്റെ തീവ്രമായ ദുഃഖത്തിൽ യാക്കൂബ് അലൈഹിസ്സലാം ആ അനുഭവത്തെ അഭിമുഖീകരിക്കുന്നിടത്ത് പറഞ്ഞ ഒരു വാചകം വിശുദ്ധ ഖുർആൻ ആവർത്തിക്കുന്നുണ്ട്. സുബുറുൻ ജമീൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുബുറുൻ ജമീൽ, അതൊരു കീവേഡാണ്. സുബുറുൻ ജമീൽ, ഏറ്റവും സുന്ദരമായ ക്ഷമ, മനോഹരമായ സംയമനം. യൂസുഫ് അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫിന്റെ സഹോദരന്മാർ ഉപ്പയെ സമീപിക്കുമ്പോൾ അദ്ദേഹം ആ സന്ദർഭത്തിൽ പറഞ്ഞു, ഫസുബുറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. ഖുർആൻ പറയുകയാണ്, യാക്കൂബ് നബിയുടെ പ്രതികരണം വളരെ സുന്ദരമായി ക്ഷമിക്കുക തന്നെ. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾ ഈ പറഞ്ഞ സംഗതികളുണ്ടല്ലോ, യൂസുഫിനെ ചെന്നായി പിടിച്ചിട്ട് ആ ചെന്നായിയുടെ രക്തം പുരണ്ട ഉടുപ്പാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഉപ്പ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾ ഈ പറയുന്ന വിവരണങ്ങൾ, അതിന്റെ നിജസ്ഥിതി എനിക്ക് മനസ്സിലാക്കാൻ എന്നെ സഹായിക്കാനുള്ളത് റബ്ബ് മാത്രമാണ് എന്ന് മഹാനായ പ്രവാചകൻ ആ സന്ദർഭത്തിൽ സുബുറുൻ ജമീൽ എന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. അവസാനം ബിനിയാമീനെ നഷ്ടപ്പെട്ടു. യൂസുഫിന്റെ അനുജനായ തന്റെ പ്രിയപ്പെട്ട പുന്നാരമോൻ ബിനിയാമീനെ നഷ്ടപ്പെടുന്നു. ആ സന്ദർഭത്തിലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഫസുബുറുൻ ജമീൽ അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. നമ്മൾ കണ്ണു തുറന്നു നോക്കേണ്ട ഭാഗങ്ങളാണിതൊക്കെ. വൈയക്തികമായി ജീവിത ദുഃഖങ്ങളുടെ നെരിപ്പോടിൽ പലപ്പോഴും അസ്വസ്ഥരായി പോകുന്ന നമ്മൾ അല്ലാഹുവിൽ നിന്നും അവനുള്ള ആരാധനകളിൽ നിന്നും അവന്റെ ദീനീ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ അകന്നു പോകുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയണം, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകന്മാരെ പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല കടത്തിക്കൊണ്ടുപോയ അനുഭവങ്ങൾ ഖുർആൻ വിശദീകരിച്ചു തരികയാണ്. ബിനിയാമീനെ നഷ്ടപ്പെട്ടു, ആദ്യം യൂസുഫെ നഷ്ടപ്പെട്ടു, പിന്നെ ബിനിയാമീനെ നഷ്ടപ്പെട്ടു. ഫസബുറുൻ ജമീൽ, സുന്ദരമായ ക്ഷമ തന്നെ ശരണം. അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ. ഒരുപക്ഷെ അല്ലാഹു എല്ലാവരെയും എന്റെ അടുത്ത് എത്തിച്ചേക്കാം. പ്രതീക്ഷയാണ് ആ സന്ദർഭത്തിൽ. ഒരുപക്ഷെ അല്ലാഹു എല്ലാവരെയും എന്റെ അടുത്ത് എത്തിച്ചേക്കാം. ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. അവനെല്ലാം അറിയുന്നവനാണല്ലോ, അവൻ യുക്തിമാനാണല്ലോ. യൂസുഫിനെ അന്വേഷിക്കാൻ വേണ്ടി സഹോദരങ്ങളെ പറഞ്ഞുവിടുന്നു. ആ പറഞ്ഞുവിടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയും, ഒമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ശൈ. അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ ഒരു ആപത്ത് വരുന്നുവെങ്കിൽ, അല്ലാഹുവിൽ നിന്നെന്തോ നിങ്ങളുടെ മേൽ ഇറങ്ങുന്നുവെങ്കിൽ
അതിനെ തടുക്കാനൊന്നും എനിക്ക് സാധ്യമല്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, തീരുമാനമെല്ലാം അല്ലാഹുവിന്റേതാണല്ലോ. അലൈഹി തവക്കൽതു, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. വഅലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, അതുകൊണ്ട് ഭരമേൽപ്പിക്കുന്നവർ അല്ലാഹുവിലാണ് ഭരമേൽപ്പിക്കേണ്ടത് എന്നാണ് ആ സന്ദർഭത്തിലും അദ്ദേഹം പറയുന്നു. ഏറ്റവും കഠിനമായ ദുഃഖം അനുഭവിക്കുമ്പോഴും നിരാശയുടെ നേർക്കയത്തിലേക്ക് അദ്ദേഹം വീണുപോകുന്നില്ല. വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ കരുണയെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. മഹാനായ യാക്കൂബ് നബി പറയുകയാണ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശപ്പെടുക എന്നത് സത്യനിഷേധികളുടെ സ്വഭാവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെടല്ലേ എന്ന മക്കളോട് അദ്ദേഹം പറയുകയാണ്. ആഴമുള്ള ദുഃഖമുണ്ട്. ആ സന്ദർഭത്തിലും അല്ലാഹുവിലുള്ള പ്രതീക്ഷയും പ്രത്യാശയുമാണ് യാക്കൂബ് അലൈഹിസ്സലാമിനെ നയിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. യൂസുഫ് അലൈഹിസ്സലാമിന്റെ കഥ ഖുർആൻ പറയുന്നു. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഒരുപക്ഷെ ഏറ്റവും അത്ഭുതകരമായ പരീക്ഷണങ്ങളുടെ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ചരിത്രമാണ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം. ഒരുപിടി അനുഭവങ്ങളുടെ അനന്തമായ ലോകം യൂസുഫ് നബിയുടെ കഥയിൽ നമ്മൾ കാണുകയാണ്. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ഒരു യൂസുഫിന്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ആ പൊട്ടക്കിണറ്റിൽ നിന്ന് പിന്നീട് യാത്രാ സംഘത്തിന്റെ ഒപ്പം പോകുന്ന ഒരു ബാലനായിട്ട് യൂസുഫിനെ നമ്മൾ കാണുന്നു. പിന്നെ അടിമച്ചന്തയിൽ വിൽപ്പനക്ക് വെച്ച ഒരു വസ്തുവായി യൂസുഫിനെ നമ്മൾ കാണുന്നു. പിന്നെ യജമാനനില്ലാത്ത സന്ദർഭത്തിൽ യജമാനന്റെ വീട്ടിൽ ഭൃത്യവേലക്ക് നിന്ന ജോലിക്ക് നിന്ന ജോലിക്കാരനായ യൂസുഫിനെ, യുവാവായ യൂസുഫിനെ പ്രലോഭിപ്പിക്കാൻ ആ യജമാനന്റെ പ്രതി ശ്രമിക്കുന്ന ചിത്രം നമ്മൾ ചരിത്രത്തിൽ കാണുന്നു. താൻ ചെയ്യാത്ത കുറ്റത്തിന് ഏറ്റവും വലിയ ശിക്ഷയും അപമാനവും സഹിച്ചുകൊണ്ട് തടവറക്കുള്ളിൽ ഒരു കുറ്റവാളിയെ പോലെ കഴിയുന്ന യൂസുഫിനെ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നു. ആ തടവറയുടെ വേദനകൾക്കിടയിൽ നിന്ന് പിന്നെ അധികാരത്തിന്റെ സിംഹാസനത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന യൂസുഫിനെ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ നാടിന്റെ ഭരണാധികാരിയായവരെ മാറുകയാണ്. ഒരു പൊട്ടക്കിണറ്റിൽ നിന്ന് അവസാനം അധികാരത്തിന്റെ സിംഹാസനത്തിൽ എത്തിച്ചേരുന്നതുവരെ യൂസുഫ് അലൈഹിസ്സലാമിന്റെ വൈവിധ്യപൂർണമായ അനുഭവങ്ങളുടെ പരീക്ഷണങ്ങളുടെ ലോകം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ നിരത്തി വെക്കുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ, വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനങ്ങൾ ഈ കഥകളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ആ അനുഭവങ്ങളെ എങ്ങനെയാണ് നേരിട്ടത് നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും കഠിനമായ പരീക്ഷണമായിരുന്നല്ലോ പ്രഭുവിന്റെ വീട്ടിൽ കിണറ്റിൽ വെച്ചുണ്ടായ അനുഭവത്തെക്കാൾ എത്രയോ തീവ്രമായ അനുഭവം. മഹാന്മാരായ മുഫസ്സിറുകൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കിണറ്റിൽ കിടന്ന യൂസുഫ് അവിടെ അനുഭവിക്കാൻ നിർബന്ധിതനാണ്. ആ പരീക്ഷണത്തിൽ അദ്ദേഹം നിർബന്ധിതനായി ദുരിതം അനുഭവിക്കുകയാണ്. പക്ഷേ അതേസമയം യജമാനന്റെ വീട്ടിൽ അദ്ദേഹമില്ലാത്ത സന്ദർഭത്തിൽ യുവകോമളനായ യൂസുഫ് അനുഭവിക്കേണ്ടി വന്ന ലൈംഗിക പ്രലോഭനത്തിന്റെ ആ പരീക്ഷണമുണ്ടല്ലോ, അതാണ് ഏറ്റവും കഠിനമായ പരീക്ഷണം അദ്ദേഹത്തിന് നേരിടാനുണ്ടായിരുന്നത്. കാരണം അവിടെ അദ്ദേഹത്തെ കാണാൻ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തെറ്റ് ചെയ്യുന്നത് നോക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. എല്ലാ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അനുകൂലമാണ്. തന്റെ ഇച്ഛാ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം മാത്രമാണ് അവിടെയുള്ളത്. ആ സന്ദർഭത്തിലാണ് കഥ പറയേണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ഒരു യുവാവേ എന്ന് വിളിക്കുമ്പോൾ അല്ലാഹുവിൽ ശരണം എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ്, ഓടി രക്ഷപ്പെടുകയാണ്. പാപത്തിന്റെ പ്രലോഭനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവസാനം തന്റെ ഇംഗിതത്തിന് വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ പ്രതിയായ യജമാനന്റെ ഭാര്യ യൂസുഫ് അലൈഹിസ്സലാമിനെ ഭീഷണിപ്പെടുത്തുകയാണ്. നിന്നെ ഞാൻ ജയിലിലടക്കുമെന്ന് പറയുന്നു. ആളുകൾ കേൾക്കെ അവളെ പ്രഖ്യാപിച്ചു എന്ന് ഖുർആൻ. ലഇല്ലം യഫ്അൽ മാ ആമുറുഹു, ഞാൻ കൽപ്പിക്കുന്നത് അവൻ അനുസരിക്കാൻ സന്നദ്ധനായില്ലെങ്കിൽ ലയുസ്ജനന്ന വലയകൂന മിനസ് സാഗിരീൻ. ഖുർആൻ പറയുകയാണ്, അവനെ ഞാൻ ജയിലിലടക്കും, അങ്ങനെ അവൻ അപമാനിതനാകും എന്ന് ആ സ്ത്രീ പ്രഖ്യാപിക്കുന്നു. എന്തായിരുന്നു യൂസുഫ് നബിയുടെ പ്രതികരണം? അതാണല്ലോ ഏറ്റവും വലിയൊരു പരീക്ഷണം. ആ പരീക്ഷണത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ രക്ഷിതാവേ, അസ്സിജുനു അഹബ്ബ ഇലയ്യ, അസ്സിജുനു അഹബ്ബ ഇലയ്യ മിമ്മാ യദഊനനി ഇലൈഹി. എന്തിലേക്കാണോ ഇവരെന്നെ വിളിക്കുന്നത് അതിനേക്കാൾ എനിക്കിഷ്ടം ആ തടവറ തന്നെയാണ്. പ്രതിയുടെ മണിയറയേക്കാൾ എനിക്കിഷ്ടം ആ തടവറ തന്നെയാണ്. വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. അല്ലാഹുവേ, ഈ പെണ്ണുങ്ങളുടെ കുതന്ത്രത്തിൽ നിന്ന്, ഈ പ്രലോഭനങ്ങളിൽ നിന്ന് പടച്ചവനെ നീ എന്നെ രക്ഷിക്കണം. നീ എന്നെ തിരിച്ചില്ലെങ്കിൽ
ഞാനതിൽ പെട്ടുപോകും പടച്ചവനെ, ഞാൻ അജ്ഞാനികളിൽ പെട്ടുപോകും. ഫസ്തജാബ ലഹു റബ്ബുഹു, അപ്പോൾ രക്ഷിതാവ് അദ്ദേഹത്തിന് ഉത്തരം ചെയ്തു. ഫസറഫ അൻഹു കൈദഹുന്ന, ആ കുതന്ത്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കൂ. ഏറ്റവും തീക്ഷ്ണമായ യൗവനത്തിന്റെ ആ വസന്തകാലത്തിൽ ഏറ്റവും തീക്ഷ്ണമായ പരീക്ഷണത്തെ ഈ സബർ കൊണ്ടും സൂക്ഷ്മത കൊണ്ടും ദൈവഭയം കൊണ്ടും മഹാനായ യൂസുഫ് അലൈഹിസ്സലാം നേരിടുകയാണ്. അവസാനം തന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിയ ചതിയന്മാരായ കൂടപ്പിറപ്പുകൾ ഗതികെട്ട് തന്റെ മുമ്പിൽ വരുന്ന സന്ദർഭത്തിൽ ഇത്രയെത്രയോ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നുപോകുന്നു. ഒരുപക്ഷെ റേഞ്ച് വ്യത്യാസമുണ്ടാകാം, ഇതുപോലെ വിശാലമായതായിരിക്കുകയില്ല ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇതുപോലെ ഈ അടിസ്ഥാനങ്ങളിൽ കടന്നു വരാറുണ്ട്. യൂസുഫ് നബി കാണിച്ച തഖ്വയുടെ മാതൃക, അദ്ദേഹത്തിന്റെ തഖ്വയുടെ മാതൃക, അദ്ദേഹത്തിന്റെ തവക്കുലിന്റെ മാതൃക ജീവിതത്തിൽ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുമോ എന്നതാണ് പ്രശ്നം. ഒരു കാലത്ത് തന്നെ ദ്രോഹിച്ചവർ, തന്നെ ചതിച്ചവർ, തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവർ, ആ കൂടപ്പിറപ്പുകൾ അവസാനം ഗതികെട്ട് തിന്നാൻ പോലും ഭക്ഷണമില്ലാതെ തന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ അവർ ചോദിക്കുകയാണ് അവസാനം, ഖാലൂ അഇന്നക ലഅന്ത യൂസുഫ്, ഖാലൂ അഇന്നക ലഅന്ത യൂസുഫ്, അല്ല താങ്കളാണോ യൂസുഫ്? ഖാല, അദ്ദേഹം പറയുന്നു, അന യൂസുഫു, അതെ ഞാൻ തന്നെയാണ് യൂസുഫ്. പണ്ട് നിങ്ങൾ പൊട്ടക്കിണറ്റിലെറിഞ്ഞ യൂസുഫാണോ എന്നാണല്ലോ ചോദ്യം. അതെ അതെ, യൂസുഫ് തന്നെയാണ് ഞാൻ. വഹാദാ അഖീ, ഇതെന്റെ സഹോദരൻ ബിൻയാമീൻ, ഖദ് മന്നല്ലാഹു അലൈനാ, ഞങ്ങളോട് അല്ലാഹു ഔദാര്യം കാണിച്ചു. ആ സന്ദർഭത്തിൽ യൂസുഫ് നബി പറയുകയാണ്, അല്ലാഹ് ഞങ്ങളോട് ഔദാര്യം കാണിച്ചു. ഇന്നഹു മൻ യത്തഖി വയസ്ബിർ, ജീവിതത്തിന്റെ പാഠം പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ആരാണ് തഖ്വയും സബറും ഉയർത്തിപ്പിടിക്കുന്നത്, ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, അത്തരം സൽവൃത്തരായ ആളുകളുടെ കർമ്മങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പാഴാക്കുകയില്ല എന്ന് ആ സന്ദർഭത്തിൽ പറയുകയാണ്. അവർക്കിതിൽ ഒരു പ്രതികാരവുമില്ല. ഏറ്റവും വലിയ വിട്ടുവീഴ്ചയുടെ വിശാലമായ കാരുണ്യത്തിന്റെ മാതൃക, ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളോട് യാതൊരു പ്രതികാരവുമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, അവൻ മഹാകാരുണ്യവാനാണല്ലോ. ജീവിതത്തിൽ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയ ഒരാളോട് പ്രതികാരത്തിന്റെ മനസ്സില്ലാതെ യൂസുഫിനെ പോലെ പ്രതികരിക്കാൻ കഴിയുമോ? മഹാനായ പ്രവാചകൻ മക്കം ഫതഹിന്റെ നാളിൽ തന്റെ മുമ്പിൽ നിന്ന ആളുകൾക്ക് ഏറ്റവും വലിയ തുല്യതയില്ലാത്ത വിട്ടുവീഴ്ച നൽകിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, സഹോദരൻ യൂസുഫ് പറഞ്ഞ വാചകം, സഹോദരങ്ങളോട് യൂസുഫ് പറഞ്ഞ വാചകം, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇദ്ഹബൂ അൻതും തുലഖാ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങൾക്കെതിരിൽ ഇനി യാതൊരു പ്രതികാരവുമില്ല, പൊയ്ക്കൊള്ളൂ എന്ന് പറയുകയാണ്. നിസ്കരിക്കുമ്പോൾ സുജൂദിൽ കിടക്കുന്ന പ്രവാചകന്റെ കഴുത്തിൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്തിയവനുണ്ട് ആ കൂട്ടത്തിൽ. അവരോടടക്കം പ്രവാചകൻ പറയുകയാണ്, പ്രവാചകന്റെ പ്രിയപ്പെട്ട ഹംസയെ യുദ്ധത്തിന്റെ ഭൂമിയിൽ വെച്ച് കൊല്ലുക മാത്രമല്ല, ചതിപ്രയോഗത്തിലൂടെ കൊല്ലുകയും അദ്ദേഹത്തിന്റെ കരളെടുത്ത് ചവച്ചു തുപ്പുകയും ചെയ്തവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പ്രവാചകൻ നടക്കുന്ന വഴികളിൽ മുള്ളുവിതറിയവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരോടാണ് പറയുന്നത് യൂസുഫ് നബിയുടെ വാചകം, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങൾക്കെതിരിൽ യാതൊരു പ്രതികാര നടപടിയുമില്ല. യൂസുഫിനെ പോലെ ഈ സബറിന്റെയും തഖ്വയുടെയും തവക്കുലിന്റെയും മാതൃക ഉയർത്തിപ്പിടിക്കാൻ കഴിയും. മൂസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആൻ പറയുന്നു. എത്രയോ തീക്ഷ്ണമായ അനുഭവങ്ങൾ, തന്റെ അനുയായികളിൽ നിന്ന് ദ്രോഹകരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു യൂസുഫ് നബിക്ക്. എന്തുമാത്രമെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനിടയിൽ എന്തോ വിതരണം ചെയ്തു. എല്ലാവരും വാങ്ങി പ്രവാചകൻ കൊടുത്തത്. അപ്പോൾ ഒരു മുനാഫിക്കായ മനുഷ്യൻ അയാൾ പറഞ്ഞു, എന്തായാലും ഇന്ന് മുഹമ്മദ് വിതരണം ചെയ്തതിൽ പടച്ചോനെ പേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അനീതിയാണ് കാണിച്ചിട്ടുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്. ഇങ്ങനെ ഈ മുനാഫിക്ക് പ്രതികരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖം ചുവന്നു തൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മഹാനായ മൂസ അലൈഹിസ്സലാമിന് അല്ലാഹു കരുണ ചൊരിയുമാറാകട്ടെ. കാരണം ഇതിനേക്കാൾ എത്രയോ ഭീകരമായിട്ടുള്ള അനുഭവങ്ങൾ അനുയായികളിൽ നിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം സഹനത്തോടുകൂടി അത് നേരിടുകയാണല്ലോ ചെയ്തത് എന്ന് പ്രവാചകൻ പ്രതികരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോണം, ധർമ്മസമരത്തിന് ഇറങ്ങി വരണം, ഒരുങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ആ സമൂഹം മൂസാ നബിയോട് പറഞ്ഞു, നീയും നിന്റെ റബ്ബും കൂടെ പോയിട്ട് യുദ്ധം ചെയ്യൂ, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനൊന്നും മനസ്സില്ല, ഞങ്ങൾ ഇവിടെ ഇരുന്ന് വിശ്രമിക്കാൻ പോവുകയാണ്, ഞങ്ങളിവിടെ കാറ്റുകൊണ്ടിരിക്കാം, നീ പോയിട്ട് നിന്റെ റബ്ബുമായിട്ട് യുദ്ധം ചെയ്യൂ, നീയും റബ്ബും കൂടി പോയിട്ട് ധർമ്മസമരം ചെയ്യൂ, ഞങ്ങളെ അതിനൊന്നും കിട്ടുകയില്ല എന്ന് പ്രവാചകനോട് പ്രതികരിച്ച നന്ദികെട്ട സമൂഹം.
മന്നയും സൽവയും ഇറക്കിക്കൊടുത്തു അല്ലാഹു. ആ മന്നയും സൽവയും തിന്നുകൊണ്ട് ജീവിക്കുന്ന ആ അപൂർവമായ അസാധാരണമായ അനുഗ്രഹം കിട്ടിയ ആ സമൂഹം പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ മന്നയും സൽവയും കൊണ്ടൊന്നും സഹിക്കാൻ പറ്റില്ല, വേറെ കുറെ ഉള്ളി കൊണ്ടുപോവാ, കക്കരി കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ഷമ കാണിച്ച ആ സമൂഹം, പ്രവാചകൻ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച സമൂഹം. പ്രവാചകൻ അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നു, ലിമതുഊനനി, അല്ല എന്തേ നിങ്ങൾ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? ലിമതുഊനനി വഖതഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും, നിങ്ങളിലേക്കുള്ള പ്രവാചകനാണ് ഞാൻ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, എന്നിട്ടും എന്തേ നിങ്ങൾ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വന്നു മൂസാ നബിക്ക്. ഇസ്രായേൽ സമൂഹത്തെ ആ ഫിർഔന്റെ കിരാതമായ നേതൃത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ ചെങ്കടലിന്റെ തീരത്തെത്തി. കഥ പറയേണ്ടതില്ല, നമുക്കൊക്കെ അറിയാം. ആ സന്ദർഭത്തിൽ ദുർബലരായ ആളുകൾ പറഞ്ഞല്ലോ, ഇന്നാലെ മുതറക്കും മൂസ, ഇനി രക്ഷയില്ല. കാരണം തൊട്ടു പിന്നാലെ ഫറോവയും സൈന്യവും, മുമ്പിലാണെങ്കിൽ ചെങ്കടൽ, എങ്ങോട്ട് പോകും? ബുദ്ധിയുടെ മേഖലയിൽ ഒരു പരിഹാരവുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ അക്ഷരാർത്ഥത്തിൽ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട ആ സന്ദർഭത്തിൽ അവർ പറയുകയാണ്, ഇന്നാലെ മുതറക്കും, നമ്മളിതാ പിടിക്കപ്പെട്ടു. മൂസാ നബിയുടെ മറുപടി, കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, അല്ല, തീർച്ചയായും എന്റെ രക്ഷിതാവ് എന്നോടൊപ്പമുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. അവൻ വഴി കാണിച്ചു കൊടുത്തു. ആ കഥയൊന്നും വിശദീകരിക്കേണ്ടതില്ല, നമുക്കൊക്കെ അറിയാം. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, പ്രവാചകന്മാരുടെ മാതൃക. ഇത് നമ്മൾ ആലോചിക്കുന്നു. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ചിലത് മാത്രം സൂചിപ്പിക്കുകയാണ്, വിശദീകരിച്ച് പറയേണ്ടതില്ല, നമുക്കൊക്കെ അറിയും. ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന സ്വഭാവത്തിൽ ജീവിതത്തിലെ അനുഭവങ്ങളെ, സുഖകരമായ അനുഭവങ്ങൾ, ദുഃഖപൂർണമായ അനുഭവങ്ങൾ, ഇതിനെയൊക്കെ സമചിത്തതയോടുകൂടി വിശ്വാസികൾ നേരിടേണ്ടത് എങ്ങനെ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ചില ചരിത്രങ്ങൾ സൂചിപ്പിക്കുകയാണ്. മഹാനായ സുലൈമാൻ അലൈഹി ഇസ്ലാം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതനായ പ്രവാചകൻ. ചില പ്രവാചകന്മാരെ അല്ലാഹു ദാരിദ്ര്യം കൊണ്ടും രോഗം കൊണ്ടും പരീക്ഷിച്ചെങ്കിൽ സുലൈമാൻ നബി അല്ലാഹു എല്ലാം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കുകയാണ്. സമ്പത്ത് കൊടുത്തുകൊണ്ട്, അധികാരം കൊടുത്തുകൊണ്ട്, എല്ലാ സംഗതികളും അല്ലാഹു നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്നു. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ അനുഭവങ്ങളെക്കാൾ തീക്ഷ്ണമായ പരീക്ഷണം ഇതായിരിക്കാം. ദാരിദ്ര്യം കൊണ്ടുള്ള പരീക്ഷണത്തെക്കാൾ പ്രയാസപൂർണമാണ് ഒരുപക്ഷെ സമ്പന്നത കൊണ്ടുള്ള പരീക്ഷണങ്ങൾ. ഒരു വേള വളരെ വളരെ പ്രയാസമാണ് ആ അനുഭവങ്ങളെ നമുക്ക് സുബറോടുകൂടി സമചിത്തതയോടുകൂടി നേരിടുക എന്നത്. സുലൈമാൻ നബിക്ക് അല്ലാഹു എല്ലാം നൽകി. സമ്പത്ത് കൊടുത്തു, അധികാരം കൊടുത്തു, പക്ഷികളെ കീഴ്പ്പെടുത്തി കൊടുത്തു, ജിന്നുവംശത്തെ കീഴ്പ്പെടുത്തി കൊടുത്തു, മനുഷ്യരുടെ അധികാരികളാക്കി മാറ്റി. ഇങ്ങനെയൊക്കെ അനുഗ്രഹീതനായ പ്രവാചകൻ, ആ പ്രവാചകന്റെ മുമ്പിൽ ഒരു ദിവസം നമുക്കറിയാമല്ലോ, അദ്ദേഹം ചോദിക്കുകയാണ്, യമയിലെ സബയിലെ റാണി, ആ റാണിയുടെ സിംഹാസനം ഇവിടെ ആരാണ് കൊണ്ടുവരിക? സുലൈമാൻ നബിയുടെ സദസ്സിലാണ് ചോദ്യം. അവിടെ ജിന്നുണ്ട്, മനുഷ്യനുണ്ട്, പക്ഷികളുണ്ട്, ഇവരെല്ലാം അദ്ദേഹത്തിന്റെ അനുയായികളാണ്, എല്ലാവരും അദ്ദേഹത്തിന് കീഴ്പ്പെട്ടവരാണ്. കാറ്റിനെ അല്ലാഹു അധീനമാക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സുലൈമാൻ നബിയുടെ ദർബാറിൽ അദ്ദേഹത്തിന്റെ ചോദ്യം, ആരാണ് സബയിലെ റാണിയുടെ സിംഹാസനം ഇവിടെ എത്രയും വേഗം കൊണ്ടുവരാൻ കഴിവുള്ളവർ? ഖാല ഇഫ്രീത്തും മിനൽ ജിൻ, ഖുർആൻ പറയുകയാണ്, ജിന്നുകളിൽപ്പെട്ട ഇഫ്രീത്ത് എണീറ്റ് എന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോ താങ്കൾ അവിടെ നിന്ന് മാറുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരാം. പക്ഷേ അപ്പോൾ മറ്റൊരാൾ എണീറ്റു, ഖാലദി ഇൻദഹു ഇൽമു മിനൽ കിതാബ്, വേദത്തിൽ നിന്ന് അറിവുണ്ടായിരുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അന ആതീക ബിഹി ഖബല അൻ യർതദ്ദ ഇലൈക തുർഫുക്, കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, കൂടുതൽ വിവരണം വിശുദ്ധ ഖുർആൻ നൽകുന്നില്ല, വേദജ്ഞാനമുള്ള ഒരു മനുഷ്യൻ പറയുകയാണ്, ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹു, ഉടനെ അതവിടെ എത്തി. സബയിലെ റാണിയുടെ സിംഹാസനം അവിടെ ഹാജരാക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ മഹാനായ സുലൈമാൻ നബിയുടെ പ്രതികരണം, ഖാല ഹാദാ മിൻ ഫളലി റബ്ബി, ഖാല ഹാദാ മിൻ ഫളലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്, എന്റെ കഴിവല്ല, ഇത് കൊണ്ടുവന്നവന്റെ കഴിവല്ല. ഹാദാ മിൻ ഫളലി റബ്ബി, ഇതെന്റെ രക്ഷിതാവിന്റെ ഉദവിയാകുന്നു. എന്തിനവൻ ഈ അനുഗ്രഹം തന്നു? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി. അതിലുണ്ട് ജീവിത വീക്ഷണം. ഒരു വിശ്വാസിയുടെ ജീവിത വീക്ഷണം അതിലുണ്ട്. ഓരോ ചെറുതും വലുതുമായ അനുഭവങ്ങളുടെ മുമ്പിൽ നമ്മുടെ വീക്ഷണം ഇതായിരിക്കണം, ഹാദാ മിൻ ഫളലി റബ്ബി ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ അനുഗ്രഹം അല്ലാഹു തന്നത്. അഷ്കുറു അം അക്ഫുറു, ഞാൻ ശുക്ർ കാണിക്കുമോ അതോ നന്ദികേട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തന്നതാണ് എന്ന് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം പറയുകയാണ്. ഹാദാ മിൻ ഫളലി റബ്ബി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിന്ന് സ്റ്റിക്കറാണ്, കടയിൽ പോയാൽ കിട്ടുന്ന ഒരു സ്റ്റിക്കറാണ് ഹാദാ മിൻ ഫളലി റബ്ബി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഒരു സ്റ്റിക്കറാണ്. തവക്കൽതു അലല്ലാഹ് ഒരു സ്റ്റിക്കറാണ്. നമ്മുടെ ഭൂമുഖത്ത് ഒട്ടിച്ചു വെക്കാവുന്ന ഒരു സ്റ്റിക്കർ, നമ്മൾ ഓടിക്കുന്ന വണ്ടിയുടെ സ്റ്റിയറിംഗിൽ പതിപ്പിച്ചു വെക്കാവുന്ന ഒരു സ്റ്റിക്കർ, നമ്മുടെ സ്വീകരണ മുറിയിൽ ഒട്ടിച്ചു വെക്കാവുന്ന, നമ്മുടെ മണിയറയിൽ ഒട്ടിച്ചു
ഒട്ടിച്ചു വെക്കാവുന്ന ഒരു സ്റ്റിക്കർ അല്ല. ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി. ജീവിതത്തിന്റെ ഓരോ സന്ദർഭത്തിലും ചെറുതും വലുതുമായ സുഖദുഃഖങ്ങളുടെ അനുഭവങ്ങളിൽ ഒരു വിശ്വാസിയുടെ ജീവിത വീക്ഷണമാണിത്. ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ലിയബ്ലുവനി, എനിക്ക് കാറ് തന്നത്, എനിക്ക് സമ്പത്ത് തന്നത്, എനിക്ക് നിക്ഷേപം തന്നത്, എനിക്ക് മക്കളെ തന്നത്, എനിക്ക് കുടുംബത്തെ തന്നത്, എനിക്ക് അധികാരത്തെ തന്നത്, ആരോഗ്യത്തെ തന്നത്, സൗന്ദര്യത്തെ തന്നത്, ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അഷ്കുറു അം അക്ഫുറു, ഞാൻ നന്ദി കാണിക്കുമോ നന്ദികേട് കാണിക്കുമോ എന്ന അല്ലാഹുവിന്റെ പരീക്ഷണം. പ്രിയമുള്ളവരെ, ഈ അർത്ഥത്തിൽ ജീവിതാനുഭവങ്ങളെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആൻ പറഞ്ഞു. ഈസാ നബി അലൈഹി ഇസ്ലാം ഏറ്റവും കൂടുതൽ ദ്രോഹങ്ങൾ മൂസാ നബിയെ പോലെ തന്നെ ഇസ്രായേലിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പ്രവാചകനാണ്. കൂട്ടം തെറ്റി മേയുന്ന കുഞ്ഞാടുകൾക്കിടയിലേക്ക് വന്ന മഹാനായ യേശുക്രിസ്തു അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ, ആ ദുരിതങ്ങൾ അനുഭവിക്കുക മാത്രമല്ല, അവരേറ്റവും വലിയ പാപങ്ങളിൽ ആണ്ടുപോയ ഒരു സമൂഹമായിരുന്നു. ഏറ്റവും വിശുദ്ധമായ ആത്മീയതയിലേക്ക് അവരെ ഈസാ നബി വിളിച്ചപ്പോൾ അവരേറ്റവും വലിയ പൗരോഹിത്യത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോയി. അവസാനം ഈസാ നബി അവരെ സർപ്പക്കുഞ്ഞുങ്ങളെ എന്ന് പോലും സംബോധന ചെയ്യുന്നുണ്ട്. സർപ്പക്കുഞ്ഞുങ്ങളെ എന്നാണ് ഈസാ നബി അവർ വിളിച്ചത്. അത്രമാത്രം പാപഭംഗിലമായ ജീവിതമായിരുന്നു അവർ നയിച്ചത്. അവസാനം റോമൻ അധികാരികളുടെ സഹായത്തോടെ മഹാനായ ഈസാ അലൈഹിസ്സലാമിനെ കുരിശിൽ തറച്ച് കൊല്ലാൻ പോലും ഗൂഢാലോചന നടത്തി ആ സമൂഹം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കൂ. ഈസാ അലൈഹിസ്സലാം ആ അനുഭവങ്ങളെ ശുക്ർ കൊണ്ടും തഖ്വ കൊണ്ടും തവക്കുൽ കൊണ്ടും നേരിടുകയാണ് ചെയ്തത്. അവസാനം മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ, ഏറ്റവും തീക്ഷ്ണമായ അനുഭവങ്ങളിലാണ് പിറന്നു വീണത് തന്നെ. കാരണം ജനിച്ചപ്പോൾ മുഖത്ത് നോക്കി ഉപ്പ എന്ന് വിളിക്കാൻ റസൂലിനൊരു വാപ്പയുണ്ടായിരുന്നില്ല. ഈ ഭൂമുഖത്ത് ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ മരിച്ചുപോയി. പിന്നെ മാതാവിന്റെ സംരക്ഷണത്തിൽ എത്തിയുമായി വളരുകയാണ് പ്രവാചകൻ. അങ്ങനെ മാതാവ് മരിക്കുന്നു 6-ാമത്തെ വയസ്സിൽ. 8-ാമത്തെ വയസ്സിൽ സംരക്ഷണം ഏറ്റെടുത്ത പിതാമഹൻ മരിച്ചു പോകുന്നു. പിന്നെ പിതൃവ്യൻ മരിച്ചു പോകുന്നു. താങ്ങും തണലുമായി വന്ന ഖദീജ ബീവി മരിച്ചു പോകുന്നു. എത്രയോ അനുഭവങ്ങൾ. അനാഥത്വത്തിന്റെ ഇരട്ട നൊമ്പരവുമായി പിറന്നു വീണ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ആ സബർ കൊണ്ട് പ്രവാചകൻ അതിനെയൊക്കെ നേരിട്ടു എന്ന് നമുക്കറിയാം. ഏത് യാദൃച്ഛികമായ സന്ദർഭത്തിലും റസൂലിന്റെ മുമ്പിൽ ഒരു ചോദ്യം വന്നാൽ അക്ഷോഭ്യമായിട്ട് അതിനെ നേരിടാൻ പ്രവാചകന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ശത്രു പ്രവാചകന്റെ വാള് കയ്യിൽ വെച്ചിട്ട് ചോദിച്ചല്ലോ, മൈ അമ്നഉക മിന്നി, ആരാണ് മുഹമ്മദേ ഇപ്പോൾ എന്നിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ? പ്രവാചകൻ ആലോചിക്കേണ്ടി വന്നില്ല, അല്ലാഹു എന്നായിരുന്നു മറുപടി. അല്ലാഹു എന്ന അക്ഷോഭ്യമായ ഉത്തരം കേട്ടപ്പോൾ ഫസഖത്ത സൈഫു മിൻ യദിഹി, ചരിത്രം പറഞ്ഞു, ആ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് പോവുകയാണ്. പ്രവാചകൻ ആ വാള് കയ്യിലെടുത്തുകൊണ്ട് അവനോട് ചോദിച്ചു, ഇപ്പൊ എന്നിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആരാണുള്ളത്? ഉത്തരം മുട്ടിപ്പോയി ശത്രുവിനെ എന്ന് പറയുകയാണ്. സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു പ്രവാചകനും സിദ്ദീഖുൽ അക്ബറും. അവിടെ ശത്രുക്കൾ ആ ഗുഹാമുഖത്ത് വരികയാണ്. അവരുടെ കാലുകൾ കാണുന്നുണ്ട് ഗുഹക്കകത്തിരുന്ന പ്രവാചകനും അബൂബക്കറും. അബൂബക്കറിനെ ബേജാറായി, തന്നെ ഓർത്തിട്ടല്ല, പ്രവാചകനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം അസ്വസ്ഥനായി. അള്ളാന്റെ റസൂലെ, ഇപ്പൊ അവരെങ്ങാനും കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകന്റെ ചോദ്യം, മാ ലന്നുക യാ അബൂബക്കർ, മാ ലന്നുക യാ അബൂബക്കർ ബിസ്നൈൻ, അല്ലാഹു താലിസുഹുമാ, മൂന്നാമതായിട്ട് അള്ള ഉള്ള രണ്ടാളുകളെ പറ്റി സിദ്ദീഖ് എന്താണ് താങ്കൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ജീവിതാനുഭവങ്ങളെ ഈ രീതിയിൽ അഭിമുഖീകരിക്കാനുള്ള വിവേകം നമ്മൾ പുലർത്തേണ്ടതുണ്ട്. ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഈ സംയമനത്തിന്റെ, ക്ഷമയുടെ, ധീരതയുടെ മാതൃകകളായി മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങേയറ്റം ദുഃഖിതനും ദുർബലനുമായ മനുഷ്യനെയാണ് നമ്മളിപ്പോൾ നമ്മുടെയൊക്കെ മുഖഭാവങ്ങളിൽ നിന്ന് അത് പലപ്പോഴും വ്യക്തമാണ്. പ്രസാദം നഷ്ടപ്പെട്ട, പലപ്പോഴും ആർത്തിയും അലച്ചയും പിടിച്ച ഒരു മുഖഭാവമായിട്ടാണ് നമ്മൾ പലപ്പോഴും. കാരണം നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥതയാണ്, ഉള്ളിൽ ടെൻഷനാണ്. പലപ്പോഴും ഈ അസ്വസ്ഥതകൾ കുമിഞ്ഞുകൂടി നിരാശാഭരിതനായ ഒരു മനുഷ്യനായിട്ട് നമ്മൾ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പലപ്പോഴും അസൂയയോടുകൂടിയാണ് നോക്കുന്നത്. അവര് കിട്ടിയത് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന വല്ലാത്ത ദുഃഖത്തിലാണ് പലപ്പോഴും പോകുന്നത്. നമുക്ക് കിട്ടിയത് തൃപ്തിപ്പെടാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെയുള്ള ഒരു സംസ്കാരത്തിലേക്ക് നമ്മളെ മാറ്റിപ്പണിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി ഞാൻ എന്നോട് തന്നെയാണ് പറയുന്നത്, നമുക്ക് നമ്മുടെ സംസ്കാരത്തെ ഒന്ന് മാറ്റിപ്പണിയുവാൻ കഴിയേണ്ടതുണ്ട്. രണ്ടാളുകൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്താണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്? ഞാനാണെങ്കിൽ എന്റെ ഇല്ലായ്മകളും വല്ലായ്മകളുമാണ് പറയാറുള്ളത്. എന്റെ ദുഃഖങ്ങൾ, എന്റെ ദുരിതങ്ങൾ, എന്നെ ബാധിച്ച രോഗം, എന്റെ കുടുംബത്തിന്റെ പ്രശ്നം, സാമ്പത്തിക പരാധീനത, പയ്യാരങ്ങൾ പറയുകയാണ്, പരിഭവങ്ങൾ പങ്കുവെക്കുകയാണ്.
അതിനപ്പുറം അള്ള ചെയ്ത അനുഗ്രഹങ്ങളിലേക്ക് പലപ്പോഴും നോക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ദുരിതങ്ങളും ദുഃഖങ്ങളുമാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, ഒരു ബദൽ സംസ്കാരം ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ രക്ഷിതാവ് നിനക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നീ സംസാരിക്കും. എന്താ സഹോദരൻ, എന്താണ് വിശേഷം? അൽഹംദുലില്ലാ, നല്ലതാണ്, പടച്ച തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അനുഗ്രഹങ്ങൾ എത്രയോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് അനുനിമിഷം ഈ ഭൂമുഖത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ കണ്ണു തുറക്കുന്നില്ല, ദുഃഖങ്ങളിലേക്ക് മാത്രം. എല്ലാം നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുക, പോസിറ്റീവായ ഒരു ചിന്തയും നമുക്കില്ല. എല്ലാം നെഗറ്റീവായി ചിന്തിക്കുകയാണ്. നമുക്ക് വന്ന പ്രശ്നങ്ങൾ, നമുക്ക് വന്ന രോഗങ്ങൾ, സാമ്പത്തിക പ്രശ്നം, നഷ്ടം, കച്ചവടത്തിലുണ്ടായ തിരിച്ചടി, ഇതിനെക്കുറിച്ചല്ലാതെ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം. പ്രവാചകൻ പറഞ്ഞല്ലോ, ഉള്ളുറു ഇലാമൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴെ ജീവിത നിലവാരമുള്ള മനുഷ്യരുണ്ടല്ലോ, അവരിലേക്ക് നിങ്ങൾ നോക്കണം. അപ്പോഴാണ് അള്ള ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് മനസ്സിലാവുക. സൈദി ഷിറാസി ഡമസ്കസിൽ അദ്ദേഹം അങ്ങനെ പോകുമ്പോൾ കാലിലെ ചെരുപ്പിന്റെ ഒരു വള്ളി പൊട്ടിപ്പോയി. സൈദി ഷിറാസി ചിന്തിക്കുകയാണ്, പഠിച്ചവനെ ഈ മാർഗത്തിലൊക്കെ നടന്നിട്ടും എന്റെ ഒരു ചെരുപ്പ് പൊട്ടി, പുതിയൊരു ചെരുപ്പ് വാങ്ങാനുള്ള പണം എനിക്ക് തന്നില്ലല്ലോ, ഈ അവസ്ഥയിലാണല്ലോ എന്റെ ജീവിതം എന്ന് അദ്ദേഹം ഇങ്ങനെ അസ്വസ്ഥനാകാൻ തുടങ്ങി. അങ്ങനെ പള്ളിയിലേക്ക് കയറുമ്പോൾ പള്ളിയുടെ കവാടത്തിൽ ഒരു മനുഷ്യനിരിക്കുന്നു. സൈദി ഷിറാസി നോക്കുമ്പോൾ അദ്ദേഹത്തിന് രണ്ട് കാലുമില്ല അദ്ദേഹത്തിന്. അപ്പോഴാണ് സൈദി ചിന്തിക്കുന്നത്, റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയോ വലിയ അനുഗ്രഹമാണ് എനിക്ക് നൽകിയത്. ഞാൻ എന്റെ കാലിലെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിയപ്പോൾ അസ്വസ്ഥനായി. ഈ മനുഷ്യനാണെങ്കിൽ രണ്ട് കാലുമില്ലാതിരിക്കുന്നു. പക്ഷേ രണ്ട് കാലില്ലാത്ത മനുഷ്യർക്കിടയിൽ ജീവിക്കുമ്പോഴും പഠിച്ചവനെ എനിക്കൊരു കാറ് വാങ്ങാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന അസ്വസ്ഥതയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നത്. ഖാലി ശുറൈഹിന്റെ ഒരു ഉപദേശം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖാലി ശുറൈഹ് മഹാനായ താബിഈ പണ്ഡിതനായിരുന്നു, ന്യായാധിപനായിരുന്നു. ഖാലി ശുറൈഹിന്റെ മുമ്പിൽ വന്ന വളരെ അസ്വസ്ഥതകളുള്ള, എപ്പോഴും പരിഭവങ്ങൾ പറയുന്ന ഒരു മനുഷ്യൻ, അങ്ങേയറ്റം മനപ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനോട് ഖാലി ശുറൈഹ് പറഞ്ഞ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, സഹോദര, പരിഭവം പറയുമ്പോൾ പടച്ചവനോട് പരിഭവം പറയുന്നത് പോലെ എല്ലാവരോടും പറയരുത്. പടച്ചവനോട് നമ്മൾ പരിഭവം പറയുന്നത് പോലെ മറ്റുള്ളവരോട് നമ്മൾ പറയരുത്. കാരണം റബ്ബിനോടാണ് എല്ലാം പറയേണ്ടത്. ഒരുപക്ഷെ നിങ്ങളുടെ പരിഭവവും പരാതിയും കേൾക്കുന്ന മനുഷ്യൻ ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുവായിരിക്കാം, അല്ലെങ്കിൽ മിത്രമായിരിക്കാം. ശത്രുവാണെങ്കിൽ നിങ്ങളുടെ പരിഭവം, നിങ്ങളുടെ ഈ വിഷമങ്ങളിൽ അയാൾക്ക് വലിയ ആനന്ദമുണ്ടാകും. അഥവാ മിത്രമാണെങ്കിലോ അയാളെ വേദനിപ്പിക്കാനെതിരെ ഈ പരിഭവം പറിച്ചൊരു ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് റബ്ബിനോടാണ് എല്ലാം നമ്മൾ പറയേണ്ടത്. മഹാനായ യഅ്ഖൂബ് അലൈഹിസ്സലാം പറഞ്ഞതുപോലെ എന്നാണ് ഖാലി ശുറൈഹ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, യഅ്ഖൂബ് നബി ഏറ്റവും വലിയ ദുഃഖത്തിന്റെ തീക്ഷ്ണതയിൽ പഠിച്ചവനോട് പറഞ്ഞല്ലോ, ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എന്റെ വേദനയും ദുരിതങ്ങളും എല്ലാം ഞാൻ എന്റെ റബ്ബിൽ, എന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ മാത്രമേ ഞാൻ സമർപ്പിക്കുന്നുള്ളൂ എന്ന് മഹാനായ യഅ്ഖൂബ് നബി പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം സഹോദര പരിഭവം പറച്ചിലൊക്കെ കഴിയുന്നതും. പറയേണ്ട ഒരു അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ മറ്റുള്ളവരോട് പരിഭവം പറയാതിരിക്കുക. സുഹൃത്തെ, താങ്കൾ എന്റെ ഈ കണ്ണിലേക്ക് നോക്കുക. മഹാനായ ഖാലി ശുറൈഹ് പറയുകയാണ്, എന്റെ ഈ ഒരു കണ്ണിലേക്ക് നോക്കൂ, ഈ കണ്ണുകൊണ്ട് 15 കൊല്ലമായിട്ട് ഒരു വസ്തുവിനെയും ആ കണ്ണ് കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ 15 കൊല്ലമായിട്ട് ആ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം താങ്കളോട് പറഞ്ഞതല്ലാതെ ഈ വിവരം മറ്റൊരാളോടും ഞാൻ ഇന്നോളം പറഞ്ഞിട്ടില്ല. ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ രക്ഷിതാവ് നിനക്ക് തന്ന അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ചാണ് നീ സംസാരിക്കേണ്ടത്. തന്നതിൽ, കിട്ടിയതിൽ സംതൃപ്തനായിക്കൊണ്ട് അല്ല നിനക്ക് വിധിച്ചത് കവർന്നെടുക്കാൻ ലോകത്തൊരു വ്യക്തിക്കും സാധ്യമല്ല. നിനക്കല്ല തരണ്ടെന്ന് പറഞ്ഞത്, തരണ്ടെന്ന് നിശ്ചയിച്ചത് നിനക്ക് തരാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വല്ലാഹുമ്മ ലാ മുഅ്തി ലിമാ മനഅത, പടച്ചവനെ നീ തടഞ്ഞത് തരുന്നവനില്ല, നീ തരാൻ തീരുമാനിച്ചത് തടയുന്നവനുമില്ല. ഇതായിരിക്കണം വിശ്വാസിയുടെ ജീവിത വീക്ഷണം. ഈ അർത്ഥത്തിൽ ജീവിതത്തിലെ ചെറുതും വലുതുമായ അനുഭവങ്ങളെ സമചിത്തതയോടുകൂടി അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതാണ് ഇസ്ലാമിന്റെ അതിജീവന കല. ഈ അതിജീവനത്തിന്റെ ജീനുകൾ ഏറ്റവും കൂടുതൽ നൽകപ്പെട്ട ഉമ്മത്താണ് മുസ്ലിം ഉമ്മത്ത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എവിടെയൊക്കെയാണോ ജീവിതത്തിൽ പോരായ്മകളുള്ളത് അവിടെ തിരുത്തി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.